അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ എല്ലാ തലങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും മദീനയിലേക്കുള്ള ഹിജ്റയെക്കുറിച്ചായിരുന്നു ഏതാനും ഖുതുബകളിലൂടെ നാം സംസാരിച്ചു വരുന്നത്. യസ്രിബിൽ നിന്ന് വന്ന 6 പേർ ഹജ്ജ് കഴിഞ്ഞ് തലമുണ്ടനം ചെയ്യുന്ന സമയത്ത് അവരോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും അവർ ഇസ്ലാം മതത്തിലേക്ക് വരികയും അടുത്ത വർഷം 12 പേര് മക്കയിലേക്ക് വരുന്നു. ആദ്യം വന്നതിൽപ്പെട്ട 5 സഹാബികളും അതുപോലെ തന്നെ മറ്റുള്ളവരും കൂടി അവരോടും ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും മുസ്ലിമീങ്ങളായി, വിശ്വാസികളായി, ദീന് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് മദീനയിലേക്ക് ഒരു പ്രബോധകനെ അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബ് റളിയല്ലാഹുവിനെ തിരഞ്ഞെടുക്കുന്നു. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമും അവിടെ പോകുന്നു. മദീനയിലെ എല്ലാ പ്രദേശങ്ങളിലും ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെത്തി. വലിയൊരു സംഘവുമായിട്ട് വരുന്ന കൊല്ലം അവർ ഹജ്ജിന് വേണ്ടി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുകയും അങ്ങനെ ഈ രണ്ടാമത്തെ അഖബ ഉടമ്പടി, ആദ്യത്തെ അഖബ ഉടമ്പടിയിലായിരുന്നു മിസ്അബ് റളിയല്ലാഹുവിനെ മദീനത്തേക്ക് അയക്കുന്നത്. വരും വർഷം 3-ാം കൊല്ലം ഒരുപാട് ആളുകൾ വന്നു, സംസാരിക്കുന്നു. മദീനയിലേക്ക് വരികയാണെങ്കിൽ സംരക്ഷിക്കാമെന്നും എല്ലാ നിലക്കുള്ള ഉറപ്പുകളും നൽകുന്ന 2-ാം അഖബ ഉടമ്പടി. അത് കഴിഞ്ഞിട്ടാണ് സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കൊടുക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ, ഈ 2-ാമത്തെ അഖബ ഉടമ്പടിക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരുക്കുകയായിരുന്നു. അവിടുന്ന് അറിഞ്ഞിരുന്നു ഹിജ്റയുടെ സമയമായിട്ടുണ്ട് എന്ന്. അബൂ മുസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ കാണുകയാണ് ഉരീത്തു ദാറൽ ഹിജ്റ, ഹിജ്റയുടെ മണ്ണ്, നാം ഹിജ്റ പോകേണ്ട ഭൂമിയെ, സ്ഥലത്തെ എനിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയാണ്. ദാത്തു നഖ്ലിൻ, ഈത്തപ്പനകളാൽ ചുറ്റപ്പെട്ട. മറ്റൊരു ഹദീസിൽ കാണാം, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ആ ഹദീസിൽ ആ സമയത്തും ഇന്നും ഈ രാജ്യത്ത് ഈത്തപ്പനകളെ കൊണ്ട് നിറയുന്ന അൽഹസയാണെന്നും അതുപോലെ തന്നെ അൽഖർജാണെന്നും. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ കണ്ട സ്വപ്നം ഉരീതു ദാറൽ ഹിജ്റ ദാത നഖ്ലിൻ ബൈന ലാബത്തൈൻ, 2 ഉയർന്ന പ്രദേശങ്ങൾക്കിടയിലുള്ള ഇന്നും കറുത്ത മണ്ണുള്ള ആ പ്രദേശം ഒന്നുകൂടി വ്യക്തമാക്കി റസൂലുള്ളാഹി പറഞ്ഞു, അത് മദീനയാണ്. ത്വയ്ബയെന്നും മദീനയെന്നും പല നിരക്കുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മദീനയെന്ന് വളരെ വ്യക്തമായിട്ട് മറ്റു ഹദീസുകളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറയുന്നു. അബൂ മൂസ അശ്അരി ഉദ്ധരിക്കുന്ന ഹദീസിൽ എനിക്ക് ആ മണ്ണിനെ ഇങ്ങനെ കാണിക്കപ്പെടുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ കരുതുകയാണ് അത് അൽഹസയായിരിക്കുമോ അൽ ഖർജായിരിക്കുമോ എന്ന ഒരു ചിന്ത. ആയിഷാബിയുടെ ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിവ്യക്തമായി പറയുന്നു. സൂചിപ്പിച്ചു വരുന്നത്, 2-ാമത്തെ അഖബ ഉടമ്പടിക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിഷയം അറിഞ്ഞിരുന്നു, ഈ വിവരം അറിഞ്ഞിരുന്നു. സ്വഹാബികളെ അതിനുവേണ്ടി ഒരുക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. നാം ചിന്തിക്കേണ്ടത്, അവിടുന്ന് നാടും വീടും സ്വത്തും കച്ചവടവും കുടുംബവും മക്കയിൽ ഏതൊക്കെ സൗകര്യങ്ങളുണ്ടോ അത് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് മദീനയിലേക്ക് നാട് വിട്ടു പോകണം, ഹിജ്റ പോകണം. അവിടെ കുടുംബക്കാരില്ല, അവിടെ എവിടെ താമസിക്കുമെന്നറിയില്ല,
എങ്ങനെ ജീവിക്കുമെന്നറിയില്ല. ഭക്ഷണത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് പോലും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് വിട്ടുപോകാൻ പറയുകയാണ്. മക്ക മുസ്ലിം സമൂഹമേ, നമ്മളാണെങ്കിൽ നമ്മളോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെങ്കിൽ നിങ്ങളൊക്കെ മദീനയിലേക്ക് ഹിജ്റ പോകണം. നമ്മളെന്താ ചിന്തിക്കുന്നത്? എൻ്റെ മക്കൾ ഞാൻ എന്ത് ചെയ്യും? കുടുംബത്തെ എന്ത് ചെയ്യും? എൻ്റെ ജോലി, എൻ്റെ വരുമാനങ്ങൾ എനിക്കിവിടെ ലഭിക്കുന്നതിനേക്കാൾ അപ്പുറം മദീനയിൽ കച്ചവടം ലഭിക്കുമോ? താമസ സൗകര്യം ലഭിക്കുമോ? ഇതിനേക്കാൾ സുഖത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമോ? അതല്ല ഞാൻ നേടിയെടുത്തത് മുഴുവനും നഷ്ടപ്പെടുമോ എന്നതായിരിക്കും ഇന്നത്തെ മുസൽമാൻ്റെ ചിന്ത. ഇന്നേത് വിഷയത്തിലും എന്ത് വിഷയത്തിലും നാം ഈ ലോകത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ചിന്താ സമയങ്ങളെ മാറ്റിവെക്കുന്നത്. രണ്ടാൾ കൂടുമ്പോൾ ചർച്ച നാളെ പാരത്രിക ലോകത്ത് പടച്ചറബിൻ്റെ സ്വർഗം ലഭിക്കാൻ എന്ത് അമൽ ചെയ്യണമെന്നതിനെ കുറിച്ചല്ല. അതുപോലെ തന്നെ രണ്ടാൾ കൂടുമ്പോഴുള്ള സംസാരങ്ങൾ പടച്ചറബിൻ്റെ ദീനിനെ പറ്റിയോ ഇസ്ലാമിനെ പറ്റിയോ അള്ളാഹുവിനെ പറ്റിയോ നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയോ അല്ല. ആ സദസ്സിനോട് പുച്ഛമാ. ദീനി ക്ലാസ്സുകൾക്ക് പങ്കെടുക്കാൻ നമ്മൾക്ക് സമയമില്ല, നേരമില്ല, ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ല, ഹദീസുകൾ പഠിക്കുന്നില്ല, ദീനുമായി ബന്ധപ്പെട്ട ഒന്നും പഠിക്കുന്നില്ല. ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ചത് അത് തന്നെ ധാരാളമാണ് എന്ന നിലക്ക് 5ാം ക്ലാസ് വരെയോ 7ാം ക്ലാസ് വരെയോ പഠിച്ച ആ അറിവിൽ പരിമിതപ്പെടുത്തി സഹോദരങ്ങളെ നമ്മൾക്കിന്ന് വേണ്ട. ദുനിയാവിനെക്കുറിച്ച് 100 ചിന്തകളാണ്. ഇങ്ങനെ വിട്ടുപോകണമെന്ന് പറയുമ്പോൾ സഹാബികൾ എന്ത് പറയുമ്പോഴും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചിന്തിച്ചത് ഞങ്ങൾ മദീനയിലേക്ക് പോയി അതല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹായിക്കാം എന്നതായിരുന്നു അവരുടെ ചിന്ത. കുടുംബം ഒഴിവാക്കണം, അതേ റസൂലേ. നാട് വിട്ടുപോകണം, അതേ റസൂലേ. മദീനയിൽ ആര് ഏതൊക്കെ നിലയ്ക്ക് ജീവിക്കുമെന്ന് പോലും അറിയാതെ എല്ലാത്തിനും സമ്മതം കൊടുക്കുകയാണ്. എല്ലാം ഒഴിവാക്കി. ഹദീസുകളിൽ കാണാം, സുഹൈബുർ റൂമി എന്ന മക്കയ്ക്ക് പുറത്തു നിന്ന് മക്കയിലേക്ക് വന്ന് മക്കയിൽ കച്ചവടം നടത്തി സമ്പന്നതയുടെ ഔന്നിത്യത്തിൽ നിൽക്കുന്ന സഹാബിയായിരുന്നു സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു. ഓരോരുത്തരായി ഹിജ്റ പോകുന്ന സമയത്ത് സുഹൈബുർ റൂമിയും ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. ഖുറൈശികൾ വന്നു, അവരെ പിടിച്ചു വെച്ചു. ആ സമയത്ത് സുഹൈബുർ റൂമി അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത്? അവർ പറഞ്ഞു, സുഹൈബെ, മക്കയിലേക്ക് താങ്കൾ വരുമ്പോൾ ആമാലലക്ക് താങ്കളുടെ കയ്യിൽ മുതലില്ലായിരുന്നു, പണമില്ലായിരുന്നു. കൈകളുമായി മക്കയിലേക്ക് താങ്കൾ വന്നു. ഈ മക്കയിൽ നിന്ന് കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായി മാറി. അതുകൊണ്ട് താങ്കളെ ഞങ്ങൾ വിടില്ല. സുഹൈബ് ചോദിച്ചു, എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളെന്നെ മദീനയിലേക്ക് വിടുമോ? അവർ പറഞ്ഞു, അതെ, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ നാട്ടിൽ നിന്ന് നീ ശേഖരിച്ച പണം, സമ്പത്ത്, സ്വത്ത്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇന്ന വ്യക്തിയെ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെല്ലാം, അവിടെ പോയി നിങ്ങൾ എടുത്തോ. അവരെടുത്തു. സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തി. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഈ വാർത്ത എത്തുകയാണ്. ആ സമയത്ത് സുഹൈബിനെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സുഹൈബേ, റബിഹ സുഹൈബ്, സുഹൈബിദ കച്ചവടത്തിൽ വലിയ ലാഭം കൊയ്തിരിക്കുന്നു. റബിഹൽ ബൈ, ആ കച്ചവടത്തിൽ വല്ലാത്ത ലാഭമാണ്. എന്താ ലാഭം പ്രിയപ്പെട്ടവരെ? ശേഖരിച്ച താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഴുവൻ സ്വത്തും പടച്ചറബിൻ്റെ ദീനിന് വേണ്ടി ഹിജ്റ പോകുന്നതിൻ്റെ കാരണത്തിന് വേണ്ടി എല്ലാം ആ ഒരു സമയം ഒഴിവാക്കുകയാണ്. നമ്മൾക്ക് ചിന്തിക്കുക പോലും സാധ്യമില്ലാത്തത്. മുസ്ലിം സമൂഹമേ, അദ്ദേഹം ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവനും, അദ്ദേഹം അടങ്ങുന്ന സഹാബികൾ മുഴുവൻ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. നമ്മളോ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കപ്പായയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ആ ഒരു ബെഡ് സ്പേസ് പോലും അള്ളാഹുവിന് വേണ്ടി ഒരു 5 മിനിറ്റിനോ 10 മിനിറ്റിനോ വേണ്ടി ഒഴിവാക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗീതം, അള്ളാഹുവിൻ്റെ റസൂൽ അത് പാടില്ല, കേൾക്കരുത് എന്ന് പറഞ്ഞ ഹറാമായ സംഗീതങ്ങളുണ്ട്. ആ സംഗീതങ്ങൾ, മ്യൂസിക് ഒരു മുസൽമാന് അതൊരിക്കലും അനുവദിക്കപ്പെട്ടതല്ല എന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കാൻ നമ്മൾ തയ്യാറില്ല.
പലിശ തെറ്റാണെന്നറിയാം, അതുമായി നമ്മൾ ജീവിക്കുന്നു. കൈക്കൂലി തെറ്റാണെന്നറിയാം, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ ഹറാമായത് കാണുന്നു, കേൾക്കുന്നു, പറയുന്നു. അതൊക്കെ എല്ലാം നിഷിദ്ധമാണ്. എനിക്ക് എല്ലാം ചെയ്തു തന്ന എൻ്റെ റബ്ബ് എനിക്ക് വിലക്കിയതാണ് എന്നറിഞ്ഞിട്ടും അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുന്നില്ല. ഒരു ഡോക്ടർ നമ്മളോട് ഏതെങ്കിലും കാര്യത്തിൽ നിർദ്ദേശങ്ങൾ പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവുകയാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പലതും തയ്യാറാവുകയാണ്. റബ്ബൊരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹ്ക്ക് വേണ്ടി അതിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? അല്ലേ? സ്വഹാബികൾ ഹിജ്റ പോകണം, ജനിച്ച നാടാണ്, വളർന്ന നാടാണ്. കുടുംബക്കാരും അയൽക്കാരും കൂട്ടുകാരും കച്ചവടവും മുഴുവനും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മദീനത്തേക്ക് പോകുമ്പോൾ അതാ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മദീനയിലേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹും അമ്മാറും അതുപോലെ തന്നെ സഅദും അങ്ങനെയുള്ള സഹാബികൾ ഉമറടക്കമുള്ള റളിയല്ലാഹു അൻഹും അജ്മഈൻ എല്ലാവരും മദീനയിലേക്ക് പോവുകയാണ്. മക്കയിലെ ഖുറൈശികൾ ശത്രുക്കൾ ഇതറിയാൻ തുടങ്ങി, മദീനയിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെടുവാൻ അതിൻ്റെ സമയമെടുത്ത് കഴിയുകയാണ്. അവരും ആസൂത്രണങ്ങൾ ചെയ്തു. പിടിക്കാനും തടുക്കാനും ഉപദ്രവിക്കാനും ഒന്നുകൂടെ എല്ലാവരും രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അബൂജഹൽ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ബദ്ധവൈരി തൻ്റെ ഉമ്മയിലും ബാപ്പയിലും ഒന്നിച്ചുള്ള സഹോദരനല്ല, ഉമ്മയൊന്നും ബാപ്പ രണ്ടുമായ ആ നിലക്കുള്ള സഹോദരൻ അബൂ അയ്യാഷ്. അദ്ദേഹവും മുസ്ലിമായി. അദ്ദേഹവും മദീനത്തേക്ക് ഹിജ്റ പോവുകയാണ്. രണ്ടാളുകളെ വിട്ടുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴിക്കിടയിൽ വെച്ച് അദ്ദേഹത്തെ പിടിച്ച് ബന്ധിച്ച് മക്കയിൽ കൊണ്ടുവന്ന് തടവിലാക്കുകയാണ്. അദ്ദേഹത്തെ അടിക്കുന്നു, വേദനിപ്പിക്കുന്നു. അബൂജഹൽ ആളുകളോട് പറയുന്നു, ഇതാ ഇപ്രകാരമാണ് മുഹമ്മദിൻ്റെ കൂടെ ഹിജ്റക്ക് പോകുന്ന, മുഹമ്മദിന് വേണ്ടി ഹിജ്റക്ക് പോകുന്ന ആളുകളെ, അതല്ല വിഡ്ഢികളെ, ഇതുപോലെയായിരിക്കണം നിങ്ങൾ ശിക്ഷിക്കേണ്ടത് എന്ന് പരസ്യമായിട്ട് അബൂജഹൽ ആ മക്കക്കാരോട് പറയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൻ്റെ വേളയിൽ ഖുനൂത്ത് ഓതിക്കൊണ്ട് നമസ്കരിച്ചു അബൂ അയ്യാഷിന് വേണ്ടി. അല്ലാഹുവേ, ആ അബൂ അയ്യാഷിനെ നീ രക്ഷിക്കണേ എന്നുള്ളക്ക് എല്ലാ നമസ്കാര വേളയിലും ഖുനൂത്ത് ഓതുകയാണ്. സഹോദരങ്ങളെ, ആ നിലക്ക് അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മക്കക്കാർ ഉപദ്രവങ്ങൾ കഠിനമാക്കുകയാണ്. അബൂ അയ്യാഷിന് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, കാഫിരീങ്ങൾ, അവിശ്വാസികൾ ഒരു ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ചെയ്യുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇതാണ്. ഒരിക്കലും ഒരു കാഫിറിൽ നിന്ന്, ഒരു ജൂതരിൽ നിന്നോ ക്രിസ്ത്യാനിയിൽ നിന്നോ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നോ നിഅമത്തും റഹ്മത്തും സ്നേഹവും സഹായവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണോ ഞാനും നിങ്ങളും? നമ്മളോടൊരിക്കലും അവർക്ക് ഇഷ്ടമുണ്ടാകില്ല. ഇത് കാഫിറിൻ്റെ മനസ്സറിയുന്ന, ലോകത്തിൻ്റെ മനസ്സറിയുന്ന റബ്ബുൽ ആലമീനാണ് പറയുന്നത്. വലൻ തർള അൻകൽ യഹൂദ് വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. ഒരിക്കലും ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ജൂതനോ ക്രിസ്ത്യാനികളോ നിന്നെക്കുറിച്ച് ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, നീ അവരുടെ ആദർശം സ്വീകരിക്കുന്നത് വരെ, അവരുടെ ആദർശ രംഗത്ത് അവർ ദുനിയാവിൽ വിരിക്കുന്ന വലയിൽ നീ പ്രവേശിക്കുന്നത് വരെ അവർക്ക് നിന്നോട് ഇഷ്ടമുണ്ടാകില്ല. നിന്നോടൊരു ക്രിസ്ത്യാനിക്ക് ഇഷ്ടമുണ്ടോ? ഒരു ജൂതന് ഇഷ്ടമുണ്ടോ? ഒരു കാഫിറിന് നിന്നോട് വല്ലാത്ത ഇഷ്ടമുണ്ടോ? നീ നിന്റെ അഖീദയെ പരിശോധിക്കണം. നമസ്കരിക്കാത്തവനായിരിക്കും, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കാത്തവനായിരിക്കും. അതുപോലെ എല്ലാ ഉത്സവങ്ങളിലും എല്ലാ പ്രോഗ്രാമുകളിലും എന്തുമാകാം, എന്തും ചെയ്യും, ആ നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തിയായിരിക്കും. നേരെ മറിച്ച് പ്രാർത്ഥന റബ്ബിനോട് മാത്രമാക്കി 5 നേരം നമസ്കരിച്ച് റബ്ബിൻ്റെ ഖുർആൻ പഠിപ്പിച്ച മുത്തു മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശ രംഗത്ത് കണിശമായി ഉറച്ചു നിൽക്കുന്ന ഒരു മുസ്ലിമായിട്ട് നീ ജീവിക്കുമ്പോൾ ഒരു കാഫിർ നിന്നോട് സ്നേഹമുണ്ടാകില്ല. മക്കയിൽ അബൂജഹൽ ചെയ്തതുപോലെ മുൻഗാമികൾ, മുൻകാലത്തുള്ളവരും പ്രവാചകന്മാരെ
വാളുകൾ കൊണ്ട് ഈർന്ന് മുറിച്ചതുപോലെ അനുയായികളെ കൊന്ന് ആ നിലക്ക് കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്തതുപോലെ ഖിയാമത്ത് നാൾ വരെ അതായിരിക്കും സംഭവിക്കുക. അള്ളാഹുവിൻ്റെ ഖുർആൻ മറ്റൊരു ഭാഗത്തും അത് പറയുന്നു. ജൂതരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും ഒരുപാട് പരീക്ഷണങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും, ഉപദ്രവങ്ങൾ കേൾക്കേണ്ടി വരും. വമിനല്ലദീന അശ്റകൂ അദൻ കസീറ, ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും കാഫിറുകളിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും എല്ലാവരിൽ നിന്നും നിങ്ങൾ ധാരാളക്കണക്കിന് മോശപ്പെട്ട സംസാരങ്ങൾ കേൾക്കേണ്ടി വരും, കല്ലേറ് കൊള്ളേണ്ടി വരും, കൂക്കിവിളികൾ കേൾക്കേണ്ടി വരും, തീവ്രവാദി എന്ന് ആ നിലക്കുള്ള വിളികൾ കേൾക്കേണ്ടി വരും. എന്തുകൊണ്ട്? നീ ഒരു മുസ്ലിം ആയതുകൊണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോരുത്തരും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴും റസൂലുള്ളാഹിയുടെ മുമ്പിൽ വന്ന് ചോദിക്കും, റസൂലേ, നമ്മുടെ സമയം, എൻ്റെ സമയം, എനിക്ക് ഹിജ്റ പോകാനല്ല, എൻ്റെ ആഗ്രഹം അങ്ങയോടൊപ്പം ഹിജ്റ വരാനാണ്, അങ്ങയുടെ കൂട്ടുകാരനായി ഹിജ്റ വരാൻ വേണ്ടിയ എൻ്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിക്കും, അബൂബക്കറെ സാവകാശം കാണിക്ക്, അള്ളാഹുവിൻ്റെ തീരുമാനം വരികയാണ്, ആ തീരുമാനം വരട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ ബാപ്പ സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരു വേളയുണ്ട്. ഒരു നട്ടുച്ച സമയത്ത്, കഠിനമായ ചൂടുള്ള സമയത്ത് ഞാനും എൻ്റെ ബാപ്പയും എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഡോറ് വന്ന് മുട്ടുന്നത് കേൾക്കുകയാണ്. വീടിൻ്റെ വാതിൽ മുട്ടുന്നത് ആരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റസൂലുള്ളയാണെന്ന് പറയുന്നു. എന്തിനാണ് റസൂലേ ഈ നട്ടുച്ച സമയത്ത്, ഈ ചൂടുള്ള സമയത്ത് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അദിനല്ലാഹു ലീ അൽ ഹിജ്റ, അള്ളാഹു തആല എനിക്ക് ഹിജ്റയ്ക്ക് വേണ്ടി എനിക്ക് അനുവാദം തന്നു കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് അനുവാദം ലഭിക്കപ്പെട്ട് കഴിഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്തോഷം അറിയിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചോദിക്കുന്നു, സ്വഹാബ, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയോടൊപ്പം ഹിജ്റയുടെ കൂട്ടുകാരനായിട്ട് എനിക്കും അങ്ങയോടൊപ്പം ചേർന്നുകൂടെ, അള്ളാഹുവിൻ്റെ സമ്മതം വന്നോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അതെ അബൂബക്കർ, അള്ളാഹുവിൻ്റെ സമ്മതം താങ്കളായിരിക്കും ഹിജ്റയിൽ എൻ്റെ കൂട്ടുകാരൻ. നോക്കൂ നിങ്ങൾ, ഇതിനോളം വലിയ ഒരു ശ്രേഷ്ഠത എന്താണ് പ്രിയപ്പെട്ടവരെ സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹു ലഭിക്കാനുള്ളത്? ആയിഷ ബീവി പറയുന്നു, ഫറഅയ്തു അബൂബക്കർ യബ്കി, എൻ്റെ ബാപ്പ കരയുന്നത് ഞാൻ ഇങ്ങനെ കാണുകയാണ്. സന്തോഷം കൊണ്ടുള്ളൊരു കരച്ചിൽ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ മദീനത്തേക്ക് പോകാൻ, അല്ലേ സഹോദരങ്ങളെ? സ്വന്തം നാടും വീടും വിട്ട് പടച്ച റബ്ബിൻ്റെ ദീനിന് വേണ്ടി മുത്തു മുഹമ്മദ് മുസ്തഫയുടെ കൂടെ ഹിജ്റ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ് സന്തോഷം കൊണ്ട്. ഒരുപാട് പദവികൾ ലഭിച്ചു. ആ വിഷയം പരിശുദ്ധ ഖുർആനിൽ പോലും സൂറത്തു തൗബയിൽ അത് വിശദീകരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഗുഹയിലിരിക്കുന്ന, സൗർ ഗുഹയിലിരിക്കുമ്പോൾ ഒരാൾ മറ്റേ വ്യക്തിയോട് ചോദിക്കുന്ന സന്ദർഭം, അല്ലേ? അഥവാ ഗുഹയിലിരിക്കുമ്പോൾ ഗുഹാമുഖത്ത് ശത്രുവിൻ്റെ കാൽപാദങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് ഒന്ന് താഴെ നോക്കിയാൽ അവർ നമ്മളെ കാണുമല്ല റസൂലേ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, നീ പേടിക്കണ്ട, നമ്മുടെ കൂടെ മൂന്നാമനായിട്ട് അള്ളയുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു. സ്വാഹിബൈ, ഹിജ്റയുടെ കൂട്ടുകാരൻ റസൂലുള്ളാഹിന്റെ ഖുർആനിൽ വന്ന ആ പ്രയോഗം അബൂബക്കർ പറയുന്നു, അത് ഞാനാ. നോക്കൂ നിങ്ങൾ, എൻ്റെ നാമം ഖുർആനിൽ, എന്നെ പറ്റിയുള്ള വിഷയം ഖുർആനിൽ, അവസാനത്തെ സമയം വരെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അബൂബക്കറിൻ്റെ പദവിയും ശ്രേഷ്ഠതയും ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത്. അതുകൊണ്ട് മരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ, തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ സഹാബത്തിനോട് റസൂലുള്ള മിമ്പറിൽ വെച്ച് ഉത്ബോധനം നടത്തുമ്പോൾ മദീനത്തെ പള്ളിയുടെ ഓരോ സഹാബികൾക്കുള്ള പ്രത്യേകം സഹാബികൾക്കുള്ള എല്ലാ വാതിലുകളും നിങ്ങൾ കൊട്ടിയടക്കണം, അബൂബക്കറിൻ്റെ വാതിൽ നിങ്ങൾ അടക്കരുത് എന്ന് മരിക്കുന്നതിൻ്റെ മുമ്പ് പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറയുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ കറാമത്ത് എന്ന് പറയുന്നത്, ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അത് ലഭിക്കുകയാണ്. അങ്ങനെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ ആയിരുന്നു മദീനത്തേക്ക് ഹിജ്റ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇന്ന് ഇതുപോലെയുള്ളൊരു ഹിജ്റ നമ്മൾക്കില്ല, പക്ഷേ നമ്മൾക്കൊരു ഹിജ്റയുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് അത് തന്നെയാണ്,
അൽ മുഹാജിർ. മുഹാജിർ എന്ന് പറയുന്നത് അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ തൊട്ട് തൻ്റെ തന്നിഷ്ടങ്ങളെ ഒഴിവാക്കുന്ന വ്യക്തിയാണ്. എനിക്കൊരുപാട് ഇഷ്ടങ്ങളുണ്ടാകും, പക്ഷെ ആ ഇഷ്ടം എൻ്റെ റബ്ബ് എനിക്ക് വിലക്കിയിട്ടുണ്ടോ, അള്ളാഹ്ക്ക് വേണ്ടി അത് നാം ഒഴിവാക്കുന്നു. അവനാണ് മുഹാജിർ, അവനാണ് മുഹാജിർ. സഹോദരങ്ങളെ, അത് നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. നാം കാണുന്നതും നമ്മുടെ കുടുംബം കാണുന്ന ഹറാമുകളും, നാം കേൾക്കുന്നതും നമ്മളുമായി ബന്ധപ്പെട്ടവർ കേൾക്കുന്നതും പലതും എൻ്റെ റബ്ബും എൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണരുത്, കേൾക്കരുത്, പറയരുത്, ചെയ്യരുത്, അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞതാണ്. ചെയ്യാൻ നിർബന്ധമായി പറഞ്ഞത്, ചെയ്യാൻ നമ്മളോട് ആജ്ഞാപിച്ചത് പലപ്പോഴും നമ്മൾ വീഴ്ച വരുത്തുകയാണ്. എപ്പോഴാണ് മരണമെന്നറിയില്ല. അതിനു മുമ്പേ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്ത് റബ്ബിന് ഇഷ്ടമുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.